ഓക്കെ, ഫിനോ പേയ്മെന്റ്സ് ബാങ്കിൽ ശുഭ് സേവിംഗ് അക്കൗണ്ടിൽ 2,00,000 രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിൽ കൂടുതലായി വരുമ്പോൾ സ്വീപ്പ് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ സ്വീപ്പ് അക്കൗണ്ടിലുള്ള പൈസ കസ്റ്റമറുടെ അക്കൗണ്ടിലേക്ക് എങ്ങനെ മാറ്റാം എന്നാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി കസ്റ്റമറുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക ആദ്യം. അത് കഴിഞ്ഞിട്ട് സെർച്ച് കൊടുക്കുക. ഓക്കെ, ഇതിനകത്ത് നമ്മൾ കസ്റ്റമറുടെ അക്കൗണ്ട് ശുഭ് സേവിംഗ് അക്കൗണ്ടാണ്, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ പുതുതായിട്ട് ഒരു ബട്ടൺ കാണാം, സ്വീപ്പ് എന്നുള്ളത്. അപ്പോൾ ഈ സ്വീപ്പ് എന്നുള്ളതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ ബാലൻസ് കാണാൻ പറ്റും. അതിന് വ്യൂ സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ എടുക്കാം. വ്യൂ ബാലൻസ് കാണാം. അതായത് സ്വീപ്പ് അക്കൗണ്ടിൽ എത്ര എമൗണ്ട് ആണ് ഉള്ളത് എന്നറിയാൻ വേണ്ടിയാണിത്. അതിന് കസ്റ്റമറുടെ OTP അല്ലെങ്കിൽ ബയോമെട്രിക് OTP ചോദിക്കും. देखो मैसेज आया. OTP എൻ്റർ ചെയ്യുക. OTP എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ കൊടുത്താൽ സ്വീപ്പ് ബാലൻസ് എത്രയാണ്, സ്വീപ്പ് അക്കൗണ്ടിൽ എത്രയാണ് ബാലൻസ് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ആ എമൗണ്ട് നമ്മൾ ഈ കസ്റ്റമറുടെ ശുഭ് സേവിംഗ് അക്കൗണ്ടിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം എന്നാണ് ഇപ്പോൾ നോക്കുന്നത്. ഫുൾ എൻ്റയർ എമൗണ്ട്, അതായത് 11,096 രൂപയാണ് കസ്റ്റമറുടെ സ്വീപ്പ് അക്കൗണ്ടിൽ കിടക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ എമൗണ്ട് വേണമെങ്കിൽ ഭാഗികമായിട്ടും 5,000 10,000 വേണമെങ്കിൽ ചെയ്യാം. മൊത്തം എത്ര ബാലൻസ് ഉണ്ട് അത് ഫുൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഫുൾ എൻ്റയർ എമൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്, അത് അക്സെപ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമറുടെ ശുഭ് സേവിംഗ് അക്കൗണ്ട് ഡീറ്റെയിൽസും ഇവിടെ വരുന്നതാണ്, ആ എമൗണ്ട് ഇവിടെ വരുന്നതാണ്. അത് നമ്മൾ കൺഫേം ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബയോമെട്രിക് ചോദിക്കും. കസ്റ്റമറുടെ ബയോമെട്രിക് എടുക്കുക.